ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. അതിനുവേണ്ടി ഈ ഒരു റോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മൈദമാവ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം വീറ്റി നമ്മളൊരു പശ രൂപത്തിലാക്കുക. ഇതെന്ന് പറയുന്നത് ആ റോള് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളവും മൈദമാവും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഒരു സ്പൂൺ മൈദമാവ് എടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പശ രൂപത്തിലാക്കി വെക്കുക. അത് നമ്മളവിടെ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു റോള് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ആ റോള് ഓരോന്നായി എടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ്, ഉള്ളിയും ചിക്കനും തക്കാളി അതൊക്കെ ഇട്ടൊരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ മിക്സ് ഈ ഒരു റോള് നമ്മളിങ്ങനെ മടക്കണം. കോൺ ഷേപ്പിൽ രണ്ട് ഇതായി മടക്കി വീണ്ടും മടക്കി എന്നിട്ട് ആ കോണിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് കയറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ രുചിയൂർന്ന സമൂസ ഉണ്ടാക്കുന്നത്. ആ മിക്സ് നമ്മൾ അതിനകത്തേക്ക് ഫില്ല് ചെയ്യണം. കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടോ ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഭാഗം എന്ത് ചെയ്യണം, അത് മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം വീണ്ടും കോൺ ഷേപ്പിലാക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പശ പോലുള്ള മൈദമാവ് വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈദമാവ് തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ടില്ല, ആ ബാക്കി ഭാഗം നമ്മൾ ഈ ഒരു മൈദമാവ് തേച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ രുചിയൂറും സമൂസ റെഡിയാവും. എണ്ണ ചൂടായി വരുമ്പോൾ ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ രുചിയൂറും സമൂസ ഇവിടെ റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.